അമേരിക്കയ്ക്ക് മാരക തിരിച്ചടി നൽകി ഇറാൻ. കഴിഞ്ഞ ദിവസം ഇറാന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പ്രതികാരമെന്നോണമാണ് കുവൈറ്റിലെയും ബഹ്റൈനിലുമുള്ള അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിയത്. അതിൻ്റെ തീപിടുത്തങ്ങൾ ഇപ്പോഴും അണക്കാൻ പറ്റിയിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധമുറയിൽ വിതുമ്പിക്കരയുന്ന തരത്തിലാണ് അമേരിക്കയുടെ സൈനികർ നിലവിലെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത്. ഒരു തരത്തിലും രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാനസിക പ്രയാസത്തിലാണ് എന്നുള്ളതാണ്. അമേരിക്ക പറയുന്ന തരത്തിലോ ലോകം മനസ്സിലാക്കുന്ന തരത്തിലോ അല്ല യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൻ്റെ അവസ്ഥകളും സാഹചര്യങ്ങളും. കൃത്യതയോടുകൂടി ചില കാര്യങ്ങൾ അമേരിക്കയുടെ സൈനികർ വെളിപ്പെടുത്തതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ജീവഭയത്തിലാണ് നിലവിൽ അമേരിക്കൻ സൈനികരുള്ളത്. ഒരിടത്തും രക്ഷയില്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും തകർക്കപ്പെടുന്നു. അമേരിക്ക വീമ്പ് പറയുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള ഗുണവും അല്ലെങ്കിൽ പ്രതിരോധവും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ കൊഷം ദ്വീപിന് നേരെ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തോടനുബന്ധിച്ച് തന്നെ ഇതിൻ്റെ മാരകമായിരിക്കുന്ന തിരിച്ചടി തൊട്ടുപിറകെ വരാനുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇറാൻ നൽകുകയും ചെയ്തിരുന്നു. ആ കാര്യം കൃത്യമായ രീതിയിൽ നിർവഹിക്കുന്ന തരത്തിലാണ് പിന്നെ കണ്ടത്. പിന്നീടുള്ളത് കുവൈറ്റിനും ബഹ്റൈനും നേരെ അതിശക്തമായിരിക്കുന്ന ആക്രമണ പെരുമയെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. പ്രതിരോധിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രതിരോധങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ആക്രമണ പരമ്പരകൾ എന്നുള്ള ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമണം അല്ല നടന്നത്. തുരുതുര ആക്രമണങ്ങൾ നടന്നു. അത് മിസൈലും ഡ്രോണും അതിനുവേണ്ടി ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ചില റിപ്പോർട്ടിനകത്ത് ഡ്രോൺ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ഏതായിരുന്നാലും ആക്രമണം അതിശക്തമായ രീതിയിൽ തന്നെ തുടർന്നിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് അതിൽ രണ്ട് തരത്തിൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചില മീഡിയകളൊക്കെ പുറത്തു വിടുന്നുണ്ട്. ഒന്ന്, ഒരു തരത്തിലും ഇറാന് കീഴ്പ്പെടുത്താൻ സാധിക്കില്ലെന്ന് അമേരിക്കക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു മധ്യസ്ഥ വിഷയത്തിലൂടെ പ്രശ്നം പരിഹരിക്കുക അല്ലാതെ നിരന്തരമുള്ള ഈ യുദ്ധവും ഈ ആക്രമണങ്ങളും ഈ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ വല്ലാത്ത രീതിയിൽ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്ന് അമേരിക്കക്ക് തന്നെ നിർദ്ദേശം കിട്ടിയിരിക്കുകയാണ്. അറേബ്യൻ രാജ്യങ്ങൾ സഹകരിക്കാത്തിടത്തോളം കാലം ഒരു തരത്തിലും ഈ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കില്ല. അത് അമേരിക്കക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവസാനഘട്ട ശ്രമങ്ങൾ നടത്തുകയാണ് എന്ന തരത്തിലൊക്കെയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനിക ബേസുള്ള അല്ലെങ്കിൽ ഇറാൻ്റെ സൈനിക ബേസോ അതല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട മേഖല ഉണ്ടെങ്കിൽ അവിടേക്കൊരു ആക്രമണം അപ്രതീക്ഷിതമായി നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഇല്ലെങ്കിൽ ഇറാൻ പരാജയപ്പെട്ടു, ഇറാൻ ഇല്ലാതായിരിക്കുന്നു, ഇറാൻ വലിയ രീതിയിൽ സാമ്പത്തിക തകർച്ച ഉണ്ടായിരിക്കുന്നു, അവർ സൈനികർ വേറെയാണ്, സർക്കാർ വേറെയാണ്, ഈ തരത്തിലുള്ള പ്രചരണം നടത്തുക. അങ്ങനെ കീഴടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇറാനികളെ തന്നെ ഇറാനിലുള്ള സൈനികർക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ എക്സ് പ്ലാറ്റ്ഫോമോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ലാത്ത സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിനൊക്കെ അതിജീവിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നു. ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് പ്രത്യേകമായിരിക്കുന്ന ഒരു വിങ് തന്നെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ അടി വരുന്ന സമയത്ത് അപ്പം തന്നെ തിരിച്ചടിക്കുക എന്നുള്ളത്. അതിൻ്റെ എല്ലാവിധ സംവിധാന കാര്യങ്ങളും ഒരു കൂട്ടം ചെയ്തിരിക്കുന്നു. ഓരോരോ രാജ്യത്തിൽ നിന്ന് വരുന്ന ആക്രമണങ്ങൾ എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഏത് രാജ്യത്തിൽ നിന്നാണ് ആക്രമണം വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായിരിക്കുന്ന ചില ഈ മെസ്സേജുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ ഇറാന് ലഭ്യമാകുന്നുണ്ട്. അത് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വഴി മറ്റോ ലഭ്യമാകുന്നുണ്ട് എന്നും പറയുന്നു. അതിന് ചൈനയുടെ ഒരു പക്ഷേ വലിയ സഹായങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയിൽ UAE നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് UAE ഭാഗത്ത് തിരിച്ചിങ്ങോട്ട് ആക്രമണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആക്രമണം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ കുവൈത്തിൽ നിന്നാണ്. കുവൈത്തിൽ തിരിച്ചടി നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇന്നലെ പൊടുന്നനെ ബഹ്റൈൻ്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുന്നു.
ബഹ്റൈൻ്റെ ഭാഗത്തു നിന്നാണ് ആക്രമണം ഉണ്ടായതെന്ന് കൃത്യമായി സ്ഥിരീകരിച്ച ഇറാൻ അപ്പം തന്നെ അതിന് തിരിച്ചടി നൽകുകയും ചെയ്തു. അമേരിക്കയുടെ സൈനിക ബേസിനും അമേരിക്കയുടെ സൈനിക ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖലയ്ക്ക് നേരെയും തീപിടുത്തം ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ട് വരികയും ഒരുപാട് ആൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. മരണം സ്ഥിരീകരിക്കാറില്ല സാധാരണ, കാരണം അമേരിക്കയ്ക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നതെങ്കിൽ ഒരിക്കൽ പോലും അവർ ഒരു 100 പേര് കൊല്ലപ്പെട്ടാൽ പോലും ഒരാളുടെ പേര് പോലും ഒരു പുറത്ത് വിടുകയോ മരണം സ്ഥിരീകരിക്കുകയോ ചെയ്യില്ല. ആ യുദ്ധത്തിൻ്റെ ഒരു ടെക്നിക്കായിട്ടാണ് അവരത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സാഹചര്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വീണ്ടും അറേബ്യൻ രാജ്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അറേബ്യൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ജോർജ് ബുഷ് കപ്പലിൽ നിന്നോ അബ്രഹാം ലിങ്കൺ കപ്പലിൽ നിന്നോ ഒന്നും ഇപ്പോൾ വലിയ രീതിയിൽ ആക്രമണ കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് അതിന് വലിയ രീതിയിൽ കേടുപാട് സംഭവിക്കുകയോ അതല്ലെങ്കിൽ ആക്രമിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ കപ്പലിൽ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട്. ഏത് തരത്തിലാണ് അതിൻ്റെ വിവരം എന്നുള്ളതിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഈ പടിഞ്ഞാറൻ മീഡിയകൾ പോലും പ്രസിദ്ധീകരിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ആ മേഖലയിൽ നിന്ന് മാറ്റിയിട്ട് 2 തരത്തിൽ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആക്രമിച്ചുകൊണ്ട് പുതിയ തലം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധി. അപ്പോൾ അവരുടെ രാജ്യത്തിന് നേരെ നിരന്തരം ഇറാൻ ആക്രമിക്കുന്നു, അതുകൊണ്ട് തിരിച്ചടിക്കണം. അങ്ങനെ തിരിച്ചടിക്കുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങളുടെ സൈന്യം അമേരിക്കയോടൊപ്പം ചേരുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എന്നാൽ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട നിലപാട് പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ ശത്രുവല്ല ഇറാൻ, അവരെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങളുടെ രാജ്യത്തിൽ നിങ്ങൾ തുടരുന്നതാണ് വിഷയം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധം എവിടെയെങ്കിലും ഒരു വിജയം കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ഉദ്ദേശിക്കുന്നത്. ആ കാര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കാതെ പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ അമേരിക്കയുടെ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നാശം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. UAE ആയിരുന്നു ഇതിൻ്റെ മുൻപുണ്ടായിരുന്ന ആക്രമണത്തിനൊക്കെ വേദി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ വേദി മാറി കുവൈറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ബഹ്റൈൻ എന്ന് പറയുന്ന ഒരു രാജ്യം കൂടി ഇതിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മിസൈലുകളുടെ ചിത്രങ്ങളും വീഡിയോകളൊക്കെ വ്യാപകമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന പോലെ 3 എണ്ണം 4 എണ്ണം എന്നൊന്നല്ല, ഏകദേശം ഡസൻ കണക്കിലുണ്ട് എന്നാണ് പറയുന്നത്. ചില റിപ്പോർട്ടിനകത്ത് 60ഓളം മിസൈലുകളും ഡ്രോണുകളും മഴ വർഷിക്കുന്ന പോലെ കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ പ്രയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ നാശങ്ങളും നഷ്ടങ്ങളും ആർക്കും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ്, പിന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും തങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുന്നതിനോടനുബന്ധിച്ചൊക്കെ ട്രംപ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നുണ്ട്, അത് വളരെ ഗംഭീരമായി നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വെടിനിർത്തൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ സഹകരിക്കുകയാണെങ്കിൽ അത് അവസാനിക്കാവുന്നതേ ഉള്ളൂ. വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടിയിട്ടുള്ള സമീപനം എടുക്കണം എന്ന കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രവൃത്തിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ലോക രാജ്യങ്ങൾ ഇതിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളോ പറയുന്ന സംസാരങ്ങളോ അല്ല യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്തൊക്കെയോ പറയുന്നു, പിന്നീട് അത് മൂപ്പര് തന്നെ തിരുത്തി പറയുന്നു, പിറ്റേ ദിവസം അത് മാറ്റി പറയുന്നു. ഒന്നും തമ്മിൽ ബന്ധമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ട്രംപിൻ്റെ നിലപാടുകളും സമീപനങ്ങളും. ഇതെല്ലാം ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതികൾ എന്ന് പറയുന്നത് പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് മുഴുവനും ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. ഇത് അമേരിക്കയിലോ ഇറാനിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നിസ്സാരവൽക്കരിക്കപ്പെട്ട യുദ്ധമൊന്നുമല്ല. ഇത് വ്യാപകമായ രീതിയിൽ ഇത് ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അനന്തരഫലം ഓരോ രാജ്യവും അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക തന്നെ. അമേരിക്കയ്ക്ക് ഈ വിഷയം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം പണം സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായിരിക്കുന്ന വിവരം പറയാൻ ഇപ്പോൾ പോലും അവർക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല അമേരിക്കയിൽ തന്നെ നിരന്തരം എന്ന തരത്തിൽ പെട്രോളിയത്തിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുമില്ല. അപ്പോൾ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അമേരിക്കയുടെ സൈനികർ പോലും ഇപ്പോൾ അഭിപ്രായ ഭിന്നതയിലാണ്. അവരിപ്പോൾ പറയുന്ന കാര്യം തന്നെ ഞങ്ങൾക്ക് സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട് മുൻപുള്ള പോലെയൊന്നുമല്ല. 30-40 വർഷത്തിലധികം 30 വർഷത്തോളം ഈ സൈനിക സേവനം ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള സൈനികർ പോലും ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ വലിയ രീതിയിൽ ആശങ്കയാണ്. ഏത് തരത്തിൽ എങ്ങനെ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഏത് തരത്തിൽ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുന്നില്ല. തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ പോലും തകർത്തെറിയുന്ന രീതിയിലാണ് ഇറാൻ്റെ തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള തങ്ങളുടെ ദേശത്തിന് നേരെയുള്ള ആക്രമണം എന്നുള്ളത്. അതായത് സൈനിക ബേസ് കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് അവർ പറയുന്നത്.
പാട്രിയറ്റ് മിസൈലുകളെല്ലാം തകർന്നടിഞ്ഞിരിക്കുന്നു. ചില റിപ്പോർട്ടിനകത്ത് അങ്ങനെയാണ് അത് പറയുന്നത്. പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നടിഞ്ഞിരിക്കുന്നു. ഒന്നും അതിജീവിക്കാൻ സാധിക്കാത്ത വിധം, അതായത് ഇറാനിൽ നിന്നൊരു മിസൈൽ വരികയാണെങ്കിൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് അത് പൊട്ടിത്തെറിക്കുന്ന രീതിയിലും നാശങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് മുൻപ് ഇതിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ ഒരു മിസൈൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വരികയാണെങ്കിൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൈനിക ബേസിലെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതവർ കാണാറുണ്ട്. ഇറാൻ്റെ വിഷയങ്ങൾ വെച്ച് ഇറാനിലിപ്പോൾ ഏത് രീതിയിൽ പരിശോധിച്ചാലും കാണാൻ പറ്റാത്ത വിധം ഈ മിസൈൽ വരുന്നുണ്ട്. അതിൻ്റെ രൂപകൽപ്പന പോലും എങ്ങനെയാണെന്ന് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് പോലും സാധിക്കുന്നില്ല. ആ തരത്തിൽ ഒരു പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അമേരിക്കയുടെ സൈനികർ നിലവിൽ കടന്നു പോകുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ആ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ നിലപാടെടുത്തിട്ടുണ്ട്. കാര്യം അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: തങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ തങ്ങളുടെ ദേശത്തിന് നേരോ സംവിധാനത്തിന് നേരോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നാൽ അത് തിരിച്ചടിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് കനത്ത രീതിയിലുള്ള തിരിച്ചടി തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുകൂടി ഇറാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനെയും കൂടി അതിജീവിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ട്. സൈനികരുടെ മാനസികാവസ്ഥ പോലും താളം തെറ്റിയിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശാർത്ഥം ഇങ്ങനെയാണ്: വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പരാജയത്തിൻ്റെ കഥകൾ മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ ഈ അമേരിക്കയുടെ സൈനികർക്ക് പറയാനുള്ളത്. അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകരുന്നുണ്ട്. ആയതിനാൽ ബദൽ സംവിധാനം വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ തന്നെ നിലപാട്. അമേരിക്കയിൽ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിലാണ്, അതായത് ഭരണപക്ഷം പ്രതിപക്ഷം തുല്യ രീതിയിലാണ് പറയുന്നത്. നമ്മൾ ജയിക്കാത്തൊരു യുദ്ധത്തിൻ്റെ മുൻപിൽ എന്തിനാണ് നമ്മുടെ സൈനികരെ ബലി കൊടുക്കുന്നത്? ഇറാഖ് യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല. ട്രംപ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് പിന്മാറണം. അല്ലെങ്കിൽ ഇതിൻ്റെ നാശം അമേരിക്കക്ക് പോലും സാമ്പത്തിക തകർച്ചയും പ്രയാസവും ഉണ്ടാവുന്ന രീതിയിൽ മാത്രമേ ഈ വിഷയം അവസാനിക്കുകയുള്ളൂ എന്ന് പോലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്നെ നിലപാട് വന്നിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.